ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും. റോഡുകൾ നോക്കിയാൽ മൊത്തം ഫ്ലെക്സുകൾ കാണാം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സുകൾ വെച്ചിട്ടുള്ള ബോർഡുകൾ കാണാം. അതായത് എന്താ ശരിയല്ല മാവ, ശരിയല്ലെന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന്, മറ്റാരുണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. നമ്മളുണ്ട്, നാടിന്റെ വികസനത്തിന് മാറ്റത്തിന് നമ്മളുണ്ട് എന്ന് മറ്റാർക്കും കാണിച്ചു കൊടുക്കണം. മറ്റുള്ളവർക്ക് എല്ലാം കാണിച്ചു കൊടുക്കണം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറയുന്ന പോലെ നമുക്കും ഒരു കലക്കണം. നമുക്ക് കലക്കണ്ട, നീ ഒറ്റക്ക് കലക്കിയാൽ മതി, ഞാനില്ല. എന്താ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. അല്ലെങ്കിൽ ഇപ്പം ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് മാറ്റം, ഒന്ന് അവിടെ പോയി കണ്ടിട്ട് വാ, എങ്ങനെയാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം നിങ്ങളൊന്ന് എവിടെ പോകണ്ട, നമ്മൾ വണ്ടി പിടിച്ച് പോകണ്ട, ഈ ഗൂഗിളിൽ ഒന്ന് നോക്കൂ അവരെന്തൊക്കെ ചെയ്തു. ഈ മാറ്റം ഇപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. നെക്സ്റ്റ് പേടിക്കണ്ട, ജയിച്ചതുപോലെ തന്നെ ധൈര്യമായിട്ട് പോയിക്കോ. ഞാനല്ലേ പറയുന്നത്. ഇവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. വേറെ സ്ഥലത്ത് വെയിറ്റ് ചെയ്യാൻ ഓർഡർ നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു അതോടെ എല്ലാവരും പറയുന്നത് ഒട്ടും കുറയ്ക്കണ്ടെന്ന് വെച്ച് പറഞ്ഞത്. നെക്സ്റ്റ് പേഷ്യന്റ്. ഇന്ന് തന്നെ വണ്ടിയിൽ കയറിയിട്ട് ഞാൻ ഫുള്ള് ഡിസ്കോ ഡാൻസ് ആയിരുന്നു. അത് ഇവനൊക്കെ ആര് വോട്ട് ചെയ്യാൻ, ഇവനൊക്കെ എവിടെ ജയിക്കാൻ? കെട്ടിവെച്ച കാശ് പോലും കിട്ടൂല. ഞാനൊരു വലിയ സംഭവം അല്ലേ. വേറെ ആരും ഇല്ലെങ്കിൽ ഒന്ന് കുടിയേക്ക് പോകും, ഒന്ന് പുറത്തേക്ക് പോകും. അവസാനം ഞാൻ പോകും, എന്റെ നടുപോയി. അത്രയും മോശം റോഡുകൾ. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഇത്ര മോശമാണെന്ന് വിചാരിച്ചില്ല. കൊള്ളകണ്ടി പോവാതെ നോക്കിക്കോ. പാലക്കാട് തരും. ഇയാൾക്ക് ഞാൻ തെങ്ങും തോപ്പ് കൊടുക്കും. കാരണം അപേക്ഷിച്ചിട്ടുണ്ട്. അവരോട് സഹോദരി സഹോദരന്മാരോട് എന്റെ അഭ്യർത്ഥന, ഒരു 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു MLA ആയിട്ട് പോകാനല്ല, നമുക്ക് 700 കോടിയുടെ വികസന പദ്ധതികൾ 100 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാനായി. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടെ നൽകും എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പാലക്കാട് വന്ന് ഇവിടുത്തെ സഹോദരി സഹോദരന്മാരോട് അഭിവാദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പാലക്കാട് കേട്ടുകഴിഞ്ഞു. അത് വെറും വാഗ്ദാനം കിട്ടുകയില്ല, അതുകൂടെ മനസ്സിലായില്ലേ. മോദിയുടെ ഗ്യാരണ്ടി. ഇവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. പാലക്കാട് തരും എന്നാണ് ഞാൻ കരുതുന്നത്. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.